പിന്നെയോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരില്ലേ, അധ്യാപകരില്ലേ, നമ്മുടെ ഗുരുനാഥന്മാരാ. അവരെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ചു കൊള്ളണം. അവരെ ആക്ഷേപിക്കുന്നൊരു വാക്കും പറയരുത്. കണ്ടില്ലേ ഹരിയാനയിൽ വിസാറിൽ മുടി വളർത്തുന്ന മോനെ ഇങ്ങനല്ല ഈ രീതി വളർത്തുന്നതെന്ന് പറഞ്ഞതിന്റെ പേരിൽ അധ്യാപകന് കടാര കയറ്റി അടിവയറ്റിലേക്ക് കൊണ്ടുകളഞ്ഞു. ഇന്നത്തെ ചൂട് വാർത്തയല്ലേ അതോ? ഇവരൊക്കെ എവിടുന്ന് രക്ഷപ്പെടാൻ? അധ്യാപകനെ നിരവധി ചെയ്യുന്ന അവസ്ഥയുണ്ട്. ശരിയല്ലത്. ഒരിക്കലും നമ്മുടെ പഠനകാലത്ത് അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം. അവരെ തടഞ്ഞു വെക്കരുത്, അവരെ പോക്കിരി മുത്തരുത്. അതൊക്കെ നിന്റെ ജീവിതത്തിൽ ഇരുട്ടായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. ഏറ്റവും മർമ്മപ്രധാനമായ കൂടുതൽ പഠിച്ചവരല്ലായിരുന്നു എന്റെ സ്ഥാനത്ത് നിന്ന് അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച എന്റെ ടീച്ചറാണത്. എന്റെ ടീച്ചറാണ്. ബഹുമാനത്തോടെ ആദരവോടെ നീ എത്രത്തോളം ആദരവോടെ വർത്തി അത്രത്തോളം നീ ഉയരും. അവർ വിജ്ഞാനമല്ലേ പഠിപ്പിച്ചിരുന്നത്. അവരെ ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അവരെ ആക്ഷേപിക്കരുത്. ആ കരുമ്പി ടീച്ചർ, ആ തടിച്ചി ടീച്ചർ, ആ വെളുമ്പി ടീച്ചർ, ആ സാഹിത്യ ടീച്ചർ ഇന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അവരെ ആദരിച്ചു കൊല്ലോ. ഉസ്താദുമാരെ മാത്രമല്ല ആദരിക്കേണ്ടത്, സ്കൂളിലെ മാഷുകളെയും ടീച്ചർമാരെയും നമ്മൾ ബഹുമാനിക്കണം. അവർ നമുക്ക് അറിവ് പകർന്നു തന്നവരാ, വിജ്ഞാനം പകർന്നു തന്നവരാ. അവരുടെ പ്രാർത്ഥനകളും നമുക്ക് ഇരുട്ടായിട്ട് വന്നു കളയും. അവർക്കെതിരെ പ്രവർത്തിച്ചാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന. നീ ഒരാളെ ആക്രമിച്ചു, എന്നിട്ട് നീ പോയി സുഖായിട്ട് ഉറങ്ങുവാണ്. അവൻ വേദന കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരാളെ കുറിച്ച് കിടക്കേണ്ടി കൊടുക്കും, നീ പല്ലക്ക് എഴുതി കൊടുക്കും. എന്നിട്ട് നീ പോയി എന്നിട്ട് പോയി കിടക്കുന്നുണ്ട്. അവൻ കിടന്നിട്ട് അല്ലാഹുവേ എന്റെ അകാരണമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ നീ അറിയുന്നവനാ, നീ കണക്കിലും കൊടുത്തേക്കണം. ഇത് നിന്റെ ജീവിതത്തിൽ ഇരുട്ടായിട്ട് വരും. നീ ഇത് അനുഭവിച്ചിട്ടേ ഇവിടുന്ന് നിന്റെ പള്ളിക്കുഴിയിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. അത് ഇരിക്കണമെന്നില്ല. ഒരാളെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മാനസികമായി ദ്രോഹിച്ചു, അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ എഴുതി വിട്ടു.